ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ് വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഖളാ, വിധി, അതിലുള്ള വാദിയെക്കുറിച്ചും പ്രതിയെക്കുറിച്ചും ഇസ്ലാമിലെ ഇസ്ലാമിലെ വിധിയുടെ ബാബുകളിൽ പറഞ്ഞ ചില വാചകങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, ദാവൂദ് നബിയോട് അല്ലാഹ് പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ ന്യായമായിട്ട് വിധിക്കുക. ഷാഫി മദ്ഹബിന്റെ കിതാബുകളിൽ തന്നെ ഖതീബ് ശർബിനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്താണ് ഖാദിന്റെ പണി, എന്താണ് ജഡ്ജിന്റെ പണി? ഫസ്ലുൽ ഖുസൂമത്തി ബൈന ഇത്നൈൻ വ അക്സർ ബികിതാബില്ലാഹ്, രണ്ടുപേർ തമ്മിലുള്ള അവകാശവാദങ്ങളാണ് നമ്മുടെ വിഷയം. സ്വത്ത്, കട, പാർട്ട്ണർഷിപ്പ്, വീട്, ഇവർക്കിടയിൽ ഫസ്ലുൽ ഖുസൂമ, ആരുടേത്, ആർക്ക് എന്ത് അവകാശമെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഖാദിന്റെ ആദ്യത്തെ പണി. അത് വിധിക്കലാണ്. എന്ത് ഇവനിക്കുള്ളത് അവനിക്കുള്ളത്, അതാണ്. അപ്പൊ നമ്മുടെ വിഷയം ഇന്ന് ഈ കാശുകൾ കിട്ടാനുള്ളത്, കാശുകൾ കൊടുക്കാനുള്ളത്, അവകാശങ്ങള്, സ്വത്ത്, ഇതുമാതിരിയുള്ള വിഷയങ്ങളിലെ ഖളായില് ഒന്ന് വാദിയും വേറൊന്ന് പ്രതിയുമാണ്. ഇവിടെ വാദി എന്ന് പറയുന്നവൻ എന്ത് ചെയ്യുന്നു? അവൻ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുന്നവനാണ്. അവനെ കിതാബുകളിൽ പറഞ്ഞു, വാദിയുടെ ലാഹിർ അവനിക്കെതിരായിരിക്കും. അതായത് ഒരു മൊബൈൽ ഫോൺ ഒരുത്തൻ കയ്യിൽ വെച്ചിരിക്കുകയാണ്, അവന്റെ കയ്യിലാണ്, അവൻ ഉപയോഗിക്കുകയാണ്, യവൻ പറയാണ് എന്റേതാണെന്ന്. അപ്പൊ ബാഹ്യമായിട്ട് പ്രതിയുടെ സൈഡിലാണ് ഉള്ളത്, പ്രതിക്കാണ് സപ്പോർട്ടായിട്ടുള്ളത്. പക്ഷെ വാദി അവൻ്റെതാണെന്ന് പ്രൂവ് ചെയ്യുന്ന എല്ലാ തെളിവുകളും ഹാജരാക്കണം. അതുകൊണ്ട് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറഞ്ഞു, ഇത് അസക്കത്തൽ മുദ്ദഈ തുരിക, വാദി അവന് ശരിയായിട്ടുള്ള തെളിവുകൾ കൊടുക്കാതെയോ അവന്റെ അവകാശം ഇന്നതാണെന്ന് പറയാതോ ഇരുന്നാൽ ഖാദി ആ ഭാഗം ഉപേക്ഷിക്കും. മൊബൈല് എന്റേതാണെന്ന് അവൻ വാദിക്കുകയും അതിനുള്ള തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യണം. ചെയ്തില്ലെങ്കിലോ ഖാദി അവനെ ഒന്നും ചെയ്യില്ല, വിട്ടേക്കും, അവന്റെ കേസ് നോക്കും. കാരണം ബാഹ്യമായിട്ട് കേസ് അവനിക്കെതിരായിട്ടാണുള്ളത്. അവന്റെ മൊബൈൽ, പ്രതിയുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനെ വാദി പറയുന്നു എന്റെ മൊബൈലാണെന്ന്. അപ്പൊ വാദി എന്ത് ചെയ്യണം? അതിനുള്ള എല്ലാ തെളിവുകളും കൊടുക്കണം. കൊടുത്താൽ മാത്രമേ ഖാദി അവനിക്ക് വേണ്ടി വാദിക്കുകയുള്ളൂ, അവനിക്ക് വേണ്ടി വിധിക്കുകയുള്ളൂ. ഈ സന്ദർഭങ്ങളിൽ നാം കൊടുക്കേണ്ടത്, കൊടുത്തില്ലെങ്കിൽ കാശ് പോലും 1500 ദിനാർ കിട്ടാണ്ട് ഇവന് 1000 ദീനാറാണ് കിട്ടുന്നെന്ന് വാദിക്കുന്നതെങ്കിൽ ഖാദി 1000 ദീനാറിനെ നോക്കുള്ളൂ. 500 ആ മനസ്സുകൊണ്ട് വിട്ടുകൊടുത്തതായിരിക്കുമെന്ന്, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ വാദിയായിട്ടുള്ളവർ എന്ത് ചെയ്യുക? അവരുടെ ഭാഗത്തിനുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയില്ലെങ്കിൽ അവന്റെ കേസിനെ എന്ത് ചെയ്യാൻ ഖാദി അങ്ങോട്ട് കേസ് നോക്കും. എന്നാൽ പ്രതി എന്ന് പറയുന്നവൻ ഇത് അസക്കറ്റ, പല സന്ദർഭങ്ങളിലും ഇങ്ങനെ വാദിയുടെ അവകാശത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പ്രതി ഒരുപക്ഷെ നഷ്ടപ്പെടേണ്ടി വരും, ശിക്ഷിക്കപ്പെടേണ്ടി വരും. പ്രതി മിണ്ടിയില്ലെങ്കിലോ ഉജ്ബിറ, ഖാദി എന്ത് ചെയ്യും? അവനെ കൊണ്ട് മിണ്ടിപ്പിക്കും, അവനെ കൊണ്ട് മറുപടി പറയും. കാരണം എന്താ പറയുക? ആരെയും ശിക്ഷിക്കാനല്ല, യഥാർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടി. അതായത് വാദി പറയുന്നു പ്രതിയുടെ കയ്യിലിരിക്കുന്ന മൊബൈലിന് എന്റെ മൊബൈലാണെന്ന് വാദിക്കുമ്പോൾ പ്രതി എന്ത് ചെയ്യണം? ഈ മൊബൈല് പ്രതിയുടെ മൊബൈലാണെന്ന് ഇസ്ലാമിന് വാദിക്കേണ്ട ആവശ്യമില്ല, അവൻ്റെതല്ല എന്ന് പറഞ്ഞാൽ ഈ വാദി പറയുന്നത് പോലെ അവന്റെ മൊബൈൽ ഫോണല്ലത് എന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഈ പ്രതി തന്റെ മൊബൈൽ ഫോണാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അവന്റെ ഭാര്യയുടെ ആയിരിക്കും, അവന്റെ മക്കളുടേതായിരിക്കും, അവനിക്കൊരാൾ കൊടുത്തതായിരിക്കും, എന്റെ ഉസ്താദ് കഥ പഠിപ്പിക്കാൻ മോട്ടിച്ചതായിരിക്കും. എവനിക്ക് എന്താ ഉള്ളത്? എവനിക്ക് എവൻ്റെത് മാത്രം പോരെ. അപ്പൊ മറുപടി പറയുമ്പോ ഖാദി ചോദിക്കും, ഈ മൊബൈല് അവൻ്റെതാണോ എന്ന് ചോദിക്കുമ്പോ പ്രതി എന്റെ മൊബൈലാണെന്ന് പറയേണ്ട ആവശ്യമില്ല, അവൻ്റെതല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇനി എന്റേതാണെന്ന് പ്രൂവ് ചെയ്താലും കേസ് ജയിക്കും. ഏറ്റവും മിനിമം ചെയ്യേണ്ടത് മൊബൈല് അവൻ്റെതല്ല. അതുകൊണ്ടാണ് സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാദി ആരാണ്, പ്രതി ആരാണെന്ന് ഖാദിക്ക് വ്യക്തമായാൽ ഖാദിക്ക് കേസ് വിജയിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, കേസുകളുള്ളവര്, കോർട്ടുകളുള്ളവര് വാദിയാണെങ്കിൽ
അള്ളാന്റെ റസൂല് പറഞ്ഞത് യഹ്രിസ് അലാ മാ യൻഫഅക വസ്തഈൻ ബില്ലാഹ്. നിന്റെ വിഷയത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നീ ചെയ്യണം. നീ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് സഹായം തേടണം. അപ്പൊ വാദി എന്ന് പറയുന്നവൻ അവൻ ഒരുപക്ഷെ പ്രത്യക്ഷത്തിലുള്ളതിന് എതിരായിട്ട് ചോദിക്കുന്നവനാണ് വാദി. മൊബൈൽ അവന്റെ കയ്യിലാണുള്ളത്, അവൻ പറയാണ് എന്റേതാണെന്ന്. ബാഹ്യത്തിൽ അവന്റെ കയ്യിലാണല്ലോ ഉള്ളത്. അപ്പൊ വാദി എന്ത് ചെയ്യണം? പറഞ്ഞാൽ പോരാ, അതിനുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കണം. പ്രതിയോ അൽ ബയ്യിനതു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകറ. പ്രതി എന്ത് ചെയ്യണം? ലാസ്റ്റിൽ സത്യം കൊണ്ടെങ്കിലും കേസ് ജയിക്കുന്ന ഒന്നുണ്ട്. പ്രതി സത്യം ചെയ്യും, അത് ജയിക്കും. അവിടെ അതെങ്കിലും ചെയ്തുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? അവന്റെ ഭാഗം പ്രതി രക്ഷിക്കും. അപ്പൊ കേസുകളുള്ളവര് എന്ത് ചെയ്യണം? അവന്റെ കേസ് വിജയിക്കാനുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കണം. നിസ്കരിക്കുക, ദുആ ചെയ്യുക നിയമമാണ്. പക്ഷെ നിന്റെ വിഷയങ്ങൾക്ക് നീ ചെയ്യേണ്ടത് മുഴുവനും നീ ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിന്റെ സഹായം തേടണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം. അത് തന്നെയാണ് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്നല്ലാഹ യദൂമു അനിൽ ആജിസ്. രണ്ട് സഹോദരന്മാർ, രണ്ട് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വരികയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി, രണ്ടുപേര് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുന്നത് പരസ്യമായിട്ട് കണ്ട് തെളിവുകൾ കണ്ടാണ് നമ്മൾ വിധിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ വിധിച്ചപ്പോൾ ഒരാളിന് ചെറിയ നഷ്ടമുണ്ടായി, ഒരാളിന് വിജയമുണ്ടായി. നഷ്ടപ്പെട്ട ആൾ പോകുമ്പോ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹ്, അല്ലാഹ് നമുക്ക് മതിയായവനാണ്, നിഅമൽ വക്കീൽ, കാര്യങ്ങളെ ഏൽപ്പിക്കാൻ പറ്റിയവൻ അവനാണെന്ന് പറഞ്ഞപ്പോ അലയ്യ ബിർറജുൽ, ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്നല്ലാഹ യലൂമു അനിൽ അജ്സ്. ഈ കഴിവില്ലായ്മയെ അള്ളാഹു പുച്ഛിക്കുന്നു. നിനക്കൊരു കേസുണ്ടായാൽ നിനക്ക് ആ കേസിന് നിന്റെ അവകാശത്തെ പ്രൂവ് ചെയ്യാനുള്ള എല്ലാ കഴിവും നിനക്കുണ്ടാവണം. അല്ലാതെ അങ്ങനെ ഉറങ്ങിക്കിടന്നിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറയുന്ന ഒരു കഴിവില്ലായ്മയുടെ ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, വാദി എന്ന് പറയുന്നവൻ പ്രത്യക്ഷമായി കാണാത്തതിനെയോ അല്ലെങ്കിൽ പ്രത്യക്ഷമായി കാണുന്നതിനെതിരായിട്ടുള്ള വിഷയത്തിനെ ചോദിക്കുന്നവനാണ് വാദി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനെനിക്ക് കാശ് തരാനുണ്ട്, അറിയുന്നില്ല, കാശ് തരാനുണ്ടെന്ന് അവൻ പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ എന്റേതാണ് എന്ന്, കാരണം ലാഹിറായിട്ട് മൊബൈൽ ഫോൺ അവന്റെ കയ്യിലാണത്, എന്റേതാണെന്ന് അവൻ പ്രൂഫ് ചെയ്യത്തക്ക രീതിയിലുള്ള എല്ലാ തെളിവുകളും കൊടുക്കണം. ഈ വിഷയത്തിൽ അവൻ കേസ് വിട്ടുപോകും. അതുപോലെ തന്നെ പ്രതി അവനിലേക്ക് വരുന്ന ആരോപണത്തെ മിണ്ടാതിരുന്നാൽ ശിക്ഷിക്കപ്പെട്ടു പോകും. ഒരുപക്ഷെ ആരോപണം തെറ്റായിരിക്കും, തെറ്റായ ആരോപണം പോലും പ്രതികരിച്ചില്ലെങ്കിൽ അവൻ സത്യം ചെയ്തുകൊണ്ട് ജയിക്കുന്ന ഭാഗമുണ്ട്. പ്രതി എന്ത് ചെയ്യണം? അതിന് പ്രതികരിക്കണം. പ്രതികരിച്ചില്ലെങ്കിലോ അവിടെയും നഷ്ടം സംഭവിക്കും. അപ്പൊ ഖാദീന്റെ മുമ്പേ കേസുകളുള്ളവര് ദുആ ചെയ്യുമ്പോ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോ നാം ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് ചോദിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി. അള്ളാഹു തൗഫീഖിനെ തരുമാറാകട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ കോർട്ടുകളിലും പോലീസുകളിലും ആശുപത്രികളിലും പെടാതെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.